Are you ready? Say yes or no. ഈ നല്ല കുട്ടികൾ എങ്ങനെ പറയേണ്ടത്? Yes, I am ready. Say like that. Yes, we are ready. Okay. Today we are going to take our 10th chapter, Saroja. Saroja. Today we are going to take our 10th chapter, Saroja. Page number 47. Can you see this? കാണുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം വായിച്ചു തോന്നുന്നു അല്ലേ മക്കളെ? ഇന്ന് നമ്മൾ ലെസൺ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സരോജ. our 10th lesson, സരോജ. ഒന്ന് പറഞ്ഞു നോക്കിയേ, സരോജ. സരോജ. ഓക്കെ. Saroja was an old woman. Saroja was an old woman. She lived in a town called Tanjavur. The king of Tanjavur was building a big temple. There were many workers. Saroja loved to see them work. Saroja wanted to help them, but the workers said she could not help. You are too old and weak, they said. Saroja felt very sad. ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് നോക്കാം. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ മക്കൾക്ക് അറിയോ? കണ്ടോ, ഈ ഒന്നാമത്തെ കുറച്ച് ലൈൻസ് കഴിഞ്ഞിട്ട് പിന്നെ താഴെയാണല്ലേ കൊടുത്തിട്ടുള്ളത്, അതിന് നേരെ എഴുതിയിട്ടില്ല. അപ്പൊ ഇതെന്താണ്? ദിസ് ഈസ് ഫസ്റ്റ് പാരഗ്രാഫ്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. കണ്ടോ, ആ ഒന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് ഒന്നും കൂടി വായിച്ചു നോക്കാം. എന്താണ്? സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. എന്താ ഫസ്റ്റ് സെന്റൻസ്? സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. വുമൺ എന്ന് പറഞ്ഞാൽ ആരാണ്? വുമൺ. വുമൺ, WOMAN, വുമൺ. സ്പെല്ലിംഗ് കറക്റ്റ് നോക്കുക. WOMAN, വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. സ്ത്രീ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാ? ആരാണ് സ്ത്രീ? സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ നിന്റെ മക്കൾക്ക് അറിയോ? എനിക്ക് അറിയില്ല. അറിയില്ലേ വ്യത്യാസം എന്താണെന്ന്? നമ്മുടെ അമ്മ ഒരു സ്ത്രീയാണ് അല്ലെ? നമ്മുടെ എല്ലാ അമ്മ സ്ത്രീയാണ്. അച്ഛനോ പുരുഷനാണ് അല്ലെ? മെൻ ആൻഡ് വുമൺ. അച്ഛൻ മെൻ ആണ്, അമ്മ വുമൺ ആണ്. വിമൻ, വിമൻ. ഓക്കെ, WOMAN ആണ് വിമൻ, സ്ത്രീ. ഇനി WOMEN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ, ദാറ്റ് ഈസ് സ്ത്രീകൾ. അതിപ്പോ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടില്ല. ഇവിടെ വുമൺ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ത്രീയാണ്. സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. മീൻസ് ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയത് എന്നാണ് കറക്റ്റ് മീനിങ്. ഇവിടെ എന്താ? വയസ്സായതാണ് അല്ലെ? പഴയത്തെ ആവുമ്പോ അത് വയസ്സായതല്ലടോ അല്ലെ? സരോജ വാസ് ആൻ ഓൾഡ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സരോജ ഒരു വയസ്സായ സ്ത്രീയാണ് അല്ലെ? സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. ഓക്കെ, സരോജയ്ക്ക് നല്ല പ്രായമുണ്ട് അല്ലെ? ഷീ ഈസ് ആൻ ഓൾഡ് വുമൺ. ഷീ ലിവ്ഡ് ഇൻ എ ടൗൺ കോൾഡ് തഞ്ചാവൂർ. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ. ഷീ. ഷീ ലിവ്ഡ്. ലിവ്ഡ് മീൻസ് താമസിക്കുന്നത്. ഷീ ലിവ്ഡ് ജീവിക്കുന്നത് അല്ലെ താമസിക്കുന്നത്. ഷീ ലിവ്ഡ് ഇൻ എ ടൗൺ കോൾഡ് തഞ്ചാവൂർ. തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ആര് താമസിക്കുന്നത്? സരോജ എന്ന ഓൾഡ് വുമൺ താമസിക്കുന്നത്. സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. ഷീ ലിവ്ഡ് ഇൻ എ ടൗൺ കോൾഡ് തഞ്ചാവൂർ. തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ സരോജ താമസിക്കുന്നത്. The king of Tanjavur was building a big temple. Temple എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പിൾ അമ്പലമാണ് അല്ലെ? ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമ്പലമാണ്, ടെമ്പിൾ. ഓക്കെ. The king of Tanjavur. കിങ് ആരാണ്? രാജാവാണ് അല്ലെ? The king of Tanjavur. തഞ്ചാവൂരിലെ കിങ്, തഞ്ചാവൂരിലെ രാജാവ്. The king of Tanjavur was building a big temple. Building means what? Building. Build ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിർമ്മിക്കുക. Building means നിർമ്മിക്കുക. Okay. The king of Tanjavur was building a big temple. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്?
തഞ്ചാവൂരിലെ കിങ് ആയ, തഞ്ചാവൂരിലെ രാജാവായ, തഞ്ചാവൂരിലെ രാജാവ് ഒരു ടെമ്പിൾ, വലിയ ടെമ്പിൾ പണിയിപ്പിക്കുന്നുണ്ടായിരുന്നു. There were many workers, അല്ലെ? അദ്ദേഹം ആ ടെമ്പിൾ പണിയിപ്പിക്കുമ്പോൾ there were many workers in തഞ്ചാവൂർ. ഓക്കെ, there were many workers, അല്ലെ? അവിടെ ആ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് പണിക്കാര്, വർക്കേഴ്സ് ആരാണ്? പണിയെടുക്കുന്നവരാണ്, അല്ലെ? There were many workers. The king of Tanjavur was building a big temple. There were many workers. Saroja loved to see them work. നമ്മുടെ സരോജ വയസ്സായ ഒരു ലേഡിയാണ്, അല്ലെ? വയസ്സായ ഒരു വുമൺ ആണ്. അപ്പൊ ആ സ്ത്രീക്ക്, നമ്മുടെ സരോജയ്ക്ക് അമ്പലം പണി കഴിപ്പിക്കുന്ന കാണാൻ വേണ്ടിട്ട്, ആ പണിക്കാര് പണിയെടുക്കുന്നത് കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. She loved to see them work, അല്ലെ? അവര് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ സരോജയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നുകൂടി മിസ് പാരഗ്രാഫ് പറഞ്ഞുതരാം. ഓക്കെ, സരോജ was an old woman. She lived in a town called Tanjavur. The king of Tanjavur was building a big temple. അല്ലെ? തഞ്ചാവൂരിലെ കിങ് ഒരു അമ്പലം പണിയെടുപ്പിക്കുന്നുണ്ടായിരുന്നു. And there were many workers. അല്ലെ? അവിടെ ഒരുപാട് പണിക്കാര്, വർക്കേഴ്സ് ആരാണ്? വർക്ക് ചെയ്യുന്നവരാണ്. ആര്? വർക്കേഴ്സ്, പണിയെടുക്കുന്നവരാണ്, അല്ലെ? സരോജ loved to see them work. സരോജ loved to see them work. And which is our second paragraph. Saroja wanted to help them. Here the second paragraph starts. കാണുന്നുണ്ടോ എന്റെ മക്കൾക്ക്? സരോജ wanted to help them. സരോജയ്ക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. സരോജ wanted means needed, ആവശ്യമാണ്, അല്ലെ? സരോജയ്ക്ക് നമ്മുടെ them എന്ന് പറഞ്ഞാൽ അവരെ. സരോജ wanted to help means സഹായിക്കുക. help them എന്ന് പറയുമ്പോൾ അവരെ, എവരെ? പണിയെടുക്കുന്നവരെ, അല്ലെ? സരോജ wanted to help them. സരോജയ്ക്ക് ആ പണിയെടുക്കുന്നവരെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. But the workers said she could not help. But എന്ന് പറഞ്ഞാൽ പക്ഷേ ആണ് ഇവിടെ. പക്ഷേ, but the workers said എന്ന് വെച്ചാൽ പറഞ്ഞു. workers said, പണിക്കാര്, വർക്കേഴ്സ് പറഞ്ഞു. But the workers said she could not help, അല്ലെ? she could not help എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് സഹായിക്കാൻ കഴിയില്ല. പണിക്കാർ എന്താ പറഞ്ഞത്? But the workers said she could not help. പണിക്കാർ പറഞ്ഞു, വർക്കേഴ്സ് പറഞ്ഞു, അവൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല, അല്ലെ? സരോജയ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. You are too old and weak. കാരണം എന്താ? You are too old, അല്ലെ? നിങ്ങൾക്ക് നല്ല വയസ്സായിട്ടുണ്ട്, നമ്മൾ എങ്ങനെ പണിക്ക് സഹായിക്കുക? You are very old and you are very weak. Weak എന്ന് വെച്ചാൽ എന്താ? അവശയായിട്ടുള്ളത്, അല്ലെ? വീക്ക് എന്ന്, യു ആർ ടു വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര അവശയാണല്ലോ എന്നാണ്, അല്ലെ? അവശത, രോഗം എന്നല്ല. വയസ്സായി കഴിഞ്ഞാല് അമ്മമാർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ? നിങ്ങളുടെ വീട്ടിലില്ല, നിങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സിനൊക്കെ, ഏജ് ആയിട്ടുള്ള ഗ്രാൻഡ് മദേഴ്സിനൊക്കെ പണിയെടുക്കാൻ പറ്റുമോ നിങ്ങളുടെ അമ്മേനെ പോലെ? ഇല്ല, അല്ലെ? അപ്പൊ പണിക്കാരെന്ത് പറഞ്ഞത്? You can't help, you can help us because you are very old and weak. നിങ്ങൾക്ക് ഭയങ്കര വയസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല വയസ്സുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര വീക്ക് ആണ്. You are too old and weak. They said എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, ഇവര് നമ്മുടെ വർക്കേഴ്സ് പറഞ്ഞു. സരോജ felt very sad. Felt means the past tense of feel. Felt means തോന്നി. സരോജ felt very sad. അപ്പൊ സരോജയ്ക്ക് സങ്കടം വന്നു, അല്ലെ? പണിക്കാരെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് നല്ല വയസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ബട്ട് അവർ സരോജ wanted to help them, അല്ലെ? സരോജയ്ക്ക് എന്താ വേണ്ടത്? അവരെ ഹെൽപ്പ് ചെയ്യണം. സോ they said you are too old and weak. That's why our Saroja felt very sad. Sad എന്ന് പറഞ്ഞാൽ എന്താ? sad means സങ്കടം. sad സങ്കടമാണ്. sad means സങ്കടം. സരോജ felt very sad means സരോജയ്ക്ക് സങ്കടം തോന്നി. സരോജ felt very sad. Got it?
മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ മക്കൾക്ക്? മനസ്സിലാവുകയുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. ഇതുവരെയും മനസ്സിലായവരൊന്ന് കൈ കാണിച്ചേ, മിസ്സിലെ തമ്പ് കാണിച്ചേ. If you understood these two paragraphs, show me your thumb. Naza Mariam, arrow P. എനിക്ക് നിങ്ങളെ കാണണം. മനസ്സിലായിട്ടുണ്ട്? ആർക്കും മനസ്സിലാവുകയില്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ എന്റെ മക്കളെ. Then Saroja saw a worker sitting on the steps. He looked very tired. I wish I had some water, he said. It was a hot day. നോക്ക് മക്കളെ, ആ കുഞ്ഞു പാരഗ്രാഫ് നമുക്ക് പറയാം. Okay. Then Saroja saw a worker sitting on the steps. Means what? Then Saroja, അപ്പോൾ Saroja saw a worker. So means what? So SAW, so എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു. Saroja saw means Saroja കണ്ടു, അല്ലേ? Then Saroja saw a worker sitting on the steps, അല്ലേ? Saroja എന്താ കണ്ടത്? She saw a worker sitting on the steps. Sitting എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുക, sitting, അല്ലേ? Then our Saroja saw a worker is sitting on the steps. Saroja കണ്ടു എന്ത്? ഏതോ ഒരു പണിക്കാരൻ ആ സ്റ്റെപ്സിൽ ഇരിക്കുന്നത് കണ്ടു, അല്ലേ? പണിയെടുത്ത് തളർന്നിട്ട് സ്റ്റെപ്സിൽ ഇരിക്കുന്നത് കണ്ടു. He looked very tired. അയാളെ കാണാൻ എന്തുപോലെ ഉണ്ടായിരുന്നു, അല്ലേ? ക്ഷീണിതനായിട്ടായിരുന്നു നമ്മുടെ സരോജയ്ക്ക് തോന്നിയത്. ക്ഷീണം പിടിച്ചിരിക്കുകയാണ്, അല്ലേ? He looked very tired. Tired means തളർന്നിട്ട്, ടയേർഡ് ആവുക, തളരുക, മടുക്കുക, ക്ഷീണിതനാവുക. Tired. I'm very tired. പറയുന്ന കേട്ടിട്ടില്ലേ നിങ്ങള്? I'm very tired today, അല്ലേ? ഇപ്പൊ അയാളെ കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? He looked very tired. അയാളെ കാണുമ്പോ ക്ഷീണം വന്നതുപോലെ ഉണ്ടായിരുന്നു. I wish I had some water, he said. He said എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു. He said. Said എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. I wish I had some water. അയാൾ എന്താ പറഞ്ഞത്? I wish, ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? I had some water. എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish I had some water. Water എന്താണ്? വെള്ളമാണ്, അല്ലേ? I wish, WISH, wish means ആഗ്രഹിക്കുക. വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമാണ്, അല്ലേ? I wish I had some water. എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ മടുക്കും, അല്ലേ? ക്ഷീണം പിടിച്ച് മടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എപ്പാ, അല്ലേ? അതുപോലെ ഇവിടെ ആ വർക്കർ, ക്ഷീണം പിടിച്ച വർക്കർ പറയാണ്, I wish I had some water. It was a hot day. അത് എങ്ങനെയുള്ള ദിവസമായിരുന്നു? It was a hot day. Hot day means ചൂടാണ്, അല്ലെ? ഹോട്ട്. കോൾഡ് ഡേ എന്ന് വെച്ചാൽ എന്താ? തണുപ്പാണ്, കോൾഡ്. ഇവിടെ ഹോട്ടാ പറഞ്ഞത്. HOT, ഹോട്ട് മീൻസ് ചൂടാണ്. അതായത് it was a sunny day. ഹോട്ട് ഡേ മീൻസ് സണ്ണി ഡേ, അതായത് വെയിലുള്ള ചൂടുള്ള ഒരു ദിവസമായിരുന്നു, അല്ലേ? It was a hot day. Then next paragraph നോക്കുക. Saroja had an idea. She went home. She made a big pot of buttermilk. She added some salt and ginger to it. Saroja took to it. Next page. Okay, next page എടുക്കണം മക്കളെ. ഇത് നോക്കുക. Ginger to it വരെ നമുക്ക് പറയാം. എന്നിട്ട് next page എടുക്കാം. Saroja had an idea means സരോജയ്ക്ക് ഒരു ഐഡിയ തോന്നി, അല്ലേ? Saroja had an idea. സരോജയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. Saroja had an idea. സരോജയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്താ ഐഡിയ? She went home. Went means what? WENT. Went means പോയി. Okay? WENT went എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. She went home. Home എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീടാണല്ലേ മക്കളെ? Saroja went home. Saroja വീട്ടിലേക്ക് പോയി.
സരോജയ്ക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വിചാരിച്ച് സരോജന്റെ വീട്ടിലേക്ക് പോയി. അമൻ mother. She made a big pot of buttermilk. അവൾ എന്താ ഉണ്ടാക്കിയത്? She made a big pot of buttermilk അല്ലേ? അവള് ഒരു കലത്തിൽ ഒരു പോട്ടില് എന്താ ഉണ്ടാക്കിയത്? ബട്ടർമിൽക്ക് ഉണ്ടാക്കി. She made means ഉണ്ടാക്കി, ഉണ്ടാക്കുക. Make means ഉണ്ടാക്കുക, made ഉണ്ടാക്കി, made. She made a big pot of buttermilk. അവള് ഒരു പോട്ടില് ബട്ടർമിൽക്ക് ഉണ്ടാക്കി. She added some salt and ginger to it. അവൾ എന്താ അതിൽ ഇട്ടത്? She added some salt അല്ലേ? അതിൽ കുറച്ച് ഉപ്പിട്ടു. She added some salt and ginger. Ginger എന്താണ്? ഇഞ്ചിയാണ് അല്ലേ? She added some salt and ginger to it. അവൾ അതിൽ സോൾട്ടും ജിഞ്ചറും ഇട്ടു. Added means കൂട്ടുക, കൂട്ടിച്ചേർക്കുക. Added കൂട്ടിച്ചേർക്കുന്നതിനാണ് added എന്ന് പറയാം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യില്ലേ അല്ലേ? നമ്മൾ ചായ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അതിൽ ആഡ് ചെയ്യും? ഷുഗർ ആഡ് ചെയ്യും, പഞ്ചസാര ആഡ് ചെയ്യും. അതുപോലെ here she added some salt and ginger to it. It എന്താ? അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാലത്തിലെ ബട്ടർമിൽക്ക് ആണ്. സരോജ took it to. നെക്സ്റ്റ് പേജ് എടുക്കാം മക്കളെ. സരോജ took it to the workers. സരോജ അത് എന്ത് ചെയ്തു? ആ വർക്കേഴ്സിന് കൊണ്ടു കൊടുത്തു അല്ലേ? സരോജ took it to workers. സരോജ അത് ആ വർക്കേഴ്സിന് കൊണ്ടു കൊടുത്തു. സരോജ took it to workers. Come, drink some buttermilk. She called. ഇത് സരോജ എന്താ പറഞ്ഞത്? She called means വിളിച്ചു, called. സരോജ called. Okay, she called. അവൾ വിളിച്ചു. Come, drink some buttermilk. എന്താ പറഞ്ഞത്? Come, വരൂ. Drink means കുടിക്കുക. Drink some buttermilk. എന്താ പറഞ്ഞത്? Come workers and drink some buttermilk. കുറച്ച് buttermilk കുടിക്കുക. She called. The buttermilk made the workers feel fresh. The buttermilk made the workers feel fresh. ആ buttermilk കുടിച്ചപ്പോൾ നമ്മുടെ വർക്കേഴ്സിന്റെ ക്ഷീണമൊക്കെ പോയി അല്ലേ? ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു അവർക്ക് കുടിച്ചപ്പോ. They feel fresh. ക്ഷീണം എല്ലാം പോയി അല്ലേ? ആ ടയർഡ്നെസ് ഒക്കെ പോയി. They became fresh. Thank you for your help, they said. അവരെന്താ പറഞ്ഞത്? Thank you for your help. ഒരു വലിയ ഉപകാരമാണ് അല്ലേ? വലിയ ഹെൽപ്പാണ് ആര് ചെയ്തു കൊടുത്തത്? സരോജ ചെയ്തു കൊടുത്തത് അല്ലേ? Thank you for your help, they said. They said എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു. അവർ എന്താ പറഞ്ഞത്? Thank you for your help. നിങ്ങളുടെ സഹായത്തിന് നന്ദി. Thank you for your help. നിങ്ങളുടെ സഹായത്തിന് നന്ദി. They said. Now, ഇപ്പോൾ ലാസ്റ്റ് സെന്റൻസ് നോക്കുക. Now, Saroja was happy. ഇപ്പോൾ സരോജ ഹാപ്പി ആണ്, സന്തോഷവതിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. Got it? Do you have any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ മക്കൾക്ക്? ഡൗട്ട് ഉണ്ടോ? Do you have any doubt? No, nobody have any doubt. Okay, ഒന്നുകൂടി മിസ് വായിച്ചു തരാം. Okay, take page number 47. Page number 47 എടുത്തോ. Page number 47. ആൻസർ നേരിരിക്കും മോളെ. ഓക്കെ, മിസ് വായിക്കുന്നുണ്ടേ, നോക്കണേ, കൈ തൊട്ട് വായിക്കണേ കേട്ടാ. ഓക്കെ, സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. എത്ര പേരുടെ കൈ അനങ്ങുന്നുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടാ നീലാഞ്ജന. സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. Once more, Saroja was an old woman. She lived in a town called Tanjavur. The king of Tanjavur was building a big temple. There were many workers. Saroja loved to see them work. Saroja wanted to help them, but the workers said she could not help. You are too old and weak, they said. Saroja felt very sad.
Then Saroja saw a worker sitting on the steps. He looked very tired. I wish I had some water, he said. It was a hot day. Saroja had an idea. She went home. ഇർഷാദ് ഇർഷാദേ ബുക്കിൽ നോക്കി വായിച്ചേ, കൈ തൊട്ട് വായിച്ചേ. അദീന സുൽകുമാർ, turn on your video. Turn on your video. Saroja had an idea. Last paragraph first line ആണ് മിസ് വായിക്കുന്നത്. കൈ തൊട്ട് വായിക്കണേ. ഇവിടെയാണ്, കാണുന്നുണ്ടോ? Saroja had an idea. Got it? Saroja had an idea. സാവിയോ കൈ തൊട്ട് വായിക്കേ. ഇല്ല ഞാൻ വീട്ടിലേക്ക് വരൂ. കൈ തൊട്ട് വായിക്കേ. Where is the hand? Where is the fingers? Okay. Saroja had an idea. She went home. She made a big pot of buttermilk. She added some salt and ginger to it. Saroja took it to, take next page, Mubtasim. Take it to the workers. Come, drink some buttermilk, she called. The buttermilk made the workers feel fresh. Thank you for your help, they said. Now Saroja was happy. ഇനി വായിക്കാൻ കിട്ടുമോ എല്ലാവർക്കും? വായിക്കാൻ പറ്റുമോ എല്ലാവർക്കും? Say yes or no. വായിക്കാൻ പറ്റുമോ? ആരാ ഒന്ന് സൗണ്ടിൽ വായിക്കുന്നത്? സൗണ്ടിൽ ആരാ ഒന്ന് വായിച്ചു കൊടുക്കുന്നത്? വലിയ സൗണ്ട് ആയിരിക്കണം. Who can read? ആർക്ക് വായിക്കാൻ കഴിയും? Richard. Okay, സൗണ്ടിൽ വായിക്കുവോ? Yes. Read it. Yeah. Saroja was an old woman. She lived in a town called Tanjavur. The king of Tanjavur was building a big temple. There were many workers. Saroja loved to see them work. Saroja wanted to help them, but the workers said she could not help. You are too old and weak, they said. Saroja felt very sad. Then Saroja saw a worker sitting on the steps. He looked very tired. I wish I had some water, he said. It was a hot day. Saroja had an idea. She went home. She made a big pot of buttermilk. She added some salt and ginger to it. Saroja took it too. The workers come drink some buttermilk. She called the buttermilk. The buttermilk made the workers feel fresh. Then thank you for your help,
They said now Saroja was happy. Okay, very good. Next, read and write. Read and write. Look at the activities. First activity, read and write. First one, write T for true and F for false. Can you see this? കാണുന്നില്ല എൻ്റെ മക്കൾക്ക് ഇത്? കണ്ടോ? ട്രൂ ആണെങ്കിൽ ശരിയാണെങ്കിൽ ടി എഴുതുക, തെറ്റാണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എഫ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ, സരോജ വാസ് ആൻ ഓൾഡ് വുമൺ. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ഷോ മി യുവർ തംബ്. Answer by your hands. Answer by your thumb. Saroja was an old woman. Saroja ഒരു വയസ്സായ സ്ത്രീയാണ്. ശരിയാണെങ്കിൽ തമ്പ് കാണിക്കുക, അല്ലെങ്കിൽ ഓക്കെ എങ്ങനെ കാണിക്കുക? ശരിയാണ് അല്ലേ? Then write T. Saroja was an old woman. That is a truth sentence. Write T for the first one. ഒന്നാമത്തെ T എഴുതുക. Okay, second one. The king was building a big palace. The king was building a big palace. Palace ആണോടോ king നിർമ്മിക്കുന്നത്? No. He was building a big temple എന്നല്ലേ നമ്മൾ പഠിച്ചത്. So, this is false. Write F. രണ്ടാമത്തേത് F ആണ്. First one T. And second one, F. Kando? Yes. Third one, Saroja was too old and lift stones. Saroja was too old and old to lift stones. Is it true or false? സരോജയ്ക്ക് ഭയങ്കര വയസ്സായതാണ്, പക്ഷെ അവള് സ്റ്റോൺ എടുത്തോ? Saroja was too old and lift stones. പറയടോ. Sorry, Saroja was too old to lift stones. ആ കല്ല് എടുക്കാൻ വേണ്ടിട്ട് അവള് ഭയങ്കര വയസ്സായിരുന്നു. So she can lift that stones. Is it true or false? True. True ആണോ? Saroja was too old അല്ലേ? ആ കല്ല് എടുക്കാൻ അവൾക്ക് പറ്റിയില്ല. She can't lift that stones because she was too old and weak. So that is truth sentence. Write T. Saroja was too old to lift stones. Fourth one, Saroja gave good food to the workers. Saroja gave good food to the workers. True, not true. Write F. Write F. Saroja gave good food to the workers. And last one, Saroja made a big pot of buttermilk. Is it true or false? Yes, write true. T. Write like this. ഇതുപോലെ തന്നെയാണോ എല്ലാവരും എഴുതിയത്? ഇങ്ങനെ തന്നെയാണോ എല്ലാവരും എഴുതിയത്? Okay, yes. Answer these questions next class ൽ ഡിസ്കസ് ചെയ്താൽ മതിയില്ലേ? പോരെ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് ഇപ്പൊ തുടങ്ങിയാൽ തീരില്ലടോ. Okay, who will read the next? ഇനി ആരാ ഒന്ന് വായിക്കുക? Who will read this chapter next? ആരാ വായിക്കുക? ആരാടോ വായിക്കുക സൗണ്ടില്? ഓക്കെ, മുക്താസൻ സൗണ്ടില് വായിക്കണേ. Saroja was woman. Saroja was an old
ആണ്. അവിടെ നിർത്താം. പിന്നെ ആദ്യം തുടങ്ങുക. She lived in a town. Okay, read. In a town called Tanjavur. The king of Tanjavur was building a big temple. There were many workers. Saroja loved to see them work. Saroja wanted to help them, but Ayush, what are you doing there? workers said she could not help you are too old and weak. They said Saroja felt very sad. Then Saroja said So, worker on the steps. He looked very tired. I said, "Please, I had Saroja some water. Yes, I said to It was what was a hot day. Saroja Who will read the next? ഇതിന്റെ ബാക്കി ആരാ വായിക്കുക? Who will read the next? മിസ് ഹെൽപ്പ് ചെയ്യാം. ആരാ വായിക്കുക? ഓക്കെ, ഹാദിയ. ഷേറക്കുട്ടി റെഡി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വായിപ്പിക്കാം. ഇവിടെ വായിച്ചു. സരോജ വായിച്ചു. ഓക്കെ. സരോജ had an idea. She went home. She made a big pot of buttermilk. She added some salt and ginger. To it. Then Saroja took it to the workers. Come, drink some buttermilk. She called. The buttermilk made the workers feel fresh. Thank you for your help. They said. Now Saroja was happy. Okay.
Okay, that's enough for today. Shall we wind up the class? The time is up. Shall we wind up the class? Class wind up ചെയ്യാം അല്ലേ? ഹാദി ഹൈദർ. Okay, bye. നല്ല മക്കളായിട്ട് പഠിക്കണേ. എത്ര പ്രാവശ്യം വായിച്ചിട്ട് വരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ? എത്ര പ്രാവശ്യം വായിക്കൂടോ? You have to read 10 times. നോക്കട്ടെ എത്ര പേര് 10 times വായിച്ചിട്ട് വരുന്നത്? 10 times വായിച്ചിട്ട് പാരന്റ്സിന്റെ നിങ്ങളുടെ അമ്മേന്റെ അച്ഛന്റെ സൈൻ അവിടെ എഴുതിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനെ കാണിക്കണം. 10 പ്രാവശ്യം വായിച്ചാലേ അവര് സൈൻ ചെയ്ത് തരൂ കേട്ടോ. ഓക്കെ, എത്ര പേരുണ്ട് നോക്കട്ടെ നല്ല മക്കള്, പൊന്നു മക്കൾ ആരാന്ന് നോക്കട്ടെ. ഓക്കെ, ബൈ. ഓക്കെ.